ഹായ് ഫ്രണ്ട്സ്, ഇന്ന് കേരളത്തിൻ്റെ വടക്കേ അറ്റത്തേക്കാണ് യാത്ര. നമ്മൾ കരുനാഗപ്പള്ളിയിൽ നിന്നാണ് തിരിക്കുന്നത്. മാവേലി ട്രെയിനിലാണ് പോകുന്നത് കാസർഗോഡേക്ക്. 9 മണിക്ക് എത്തേണ്ട ട്രെയിനാണ്, ലേറ്റാണ്. ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ കാഞ്ഞങ്ങാടെത്തി. കാഞ്ഞങ്ങാട് ട്രെയിൻ വന്നിറങ്ങും. മാവേലിക്കായിരുന്നു. മാവേലിക്ക് സ്ലീപ്പർ ടിക്കറ്റായിരുന്നു എടുത്തത്. അപ്പം ടി ടിയെ കണ്ടിട്ട് എക്സ്ട്രാ പൈസ 420 രൂപ കൂടെ കൊടുത്തിട്ട് 3 ടയർ AC കിട്ടി. അങ്ങനെ ഇവിടെ ലിഫ്റ്റുണ്ട്, നമുക്ക് ലിഫ്റ്റിൽ കയറി അപ്പുറത്തിറങ്ങാം. സംഭവം രാവിലെ 6:30 എത്തേണ്ട ട്രെയിനാണ്, പക്ഷേ ലേറ്റായി പോയി. അങ്ങനെ നമ്മൾ വന്ന ട്രെയിൻ തിരിച്ചു പോകുന്നു. നമ്മൾ ഫ്രണ്ടിൽ ഓട്ടോ പ്രീപെയ്ഡ് ടാക്സി ഉണ്ടെന്ന് തോന്നുന്നു. അതെടുത്തിട്ട് നമുക്ക് റൂം എടുക്കണം. റൂം എടുത്തതിന് ശേഷം ഒന്ന് ഫ്രഷ് ആവണം. ഫ്രഷായിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം. സ്റ്റേഷൻ അല്പം വിജനമാണെങ്കിലും കുറേ ട്രെയിനുകൾക്ക് ഇവിടെ സ്റ്റോപ്പ് ഉണ്ട് കേട്ടോ. ഞാൻ ഇങ്ങനെ എന്തോ അനൗൺസ്മെൻ്റൊക്കെ കേൾക്കുന്നുണ്ട്. എലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് തോന്നുന്നു. എലക്ഷൻ അനൗൺസ്മെൻ്റ് അല്ല കേട്ടോ, ഏതോ ജ്വല്ലറിയുടെ പരസ്യമായിരുന്നു. അങ്ങനെ നമ്മൾ നടന്നത് ഫ്രണ്ടിൽ എക്സിറ്റിലെത്തി. വെൽക്കം ടു കാഞ്ഞങ്ങാട്. പ്രീപെയ്ഡ് ഓട്ടോ കൗണ്ടറുണ്ട്, ഇവിടെ നിന്ന് എടുത്തിട്ട് പോവാം. അങ്ങനെ നമ്മൾ കാഞ്ഞങ്ങാട് ട്രാഫിക് പോലീസിൻ്റെ പ്രീപെയ്ഡ് ഓട്ടോ ടാക്സിയിൽ കയറി. 70 രൂപയാണ് പുതിയ ബസ് സ്റ്റാൻഡിലേക്ക്. അവിടെയാണ് ബാലാജി എന്ന് പറയുന്ന ഒരു ഹോട്ടൽ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഹോട്ടലിലേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ റൂം എടുക്കാം. റൂം എടുത്ത് ഫ്രഷായി അതൊക്കെ കാര്യങ്ങളിലേക്ക് നീങ്ങാം. നമ്മളെ ഓട്ടോക്കാരൻ എന്തായാലും പുതിയ ബസ് സ്റ്റാൻഡിൽ, ന്യൂ ബസ് സ്റ്റാൻഡിൽ കൊണ്ടിറക്കി. ഇവിടുന്ന് മാപ്പിട്ട് നോക്കിയപ്പോൾ വളരെ അടുത്താണ് ബാലാജി എന്ന് പറഞ്ഞ ഇത് ഹോട്ടലല്ല, എന്തോ ഹോട്ടലല്ലോ, എന്തോ ഇത് പറയുന്നത്. എന്നാ ഹോട്ടലെങ്കിൽ ഹോട്ടൽ. നമുക്ക് പതുക്കെ അങ്ങോട്ട് നടന്നു പോവാം. കഴിഞ്ഞ വാഗമണില് ബിയർ ആൻഡ് വൈൻ ആയിരുന്നെങ്കിൽ ഇവിടെ നേരെ ബാറിന്റെ അടുത്താണല്ലോ ഈശ്വര വന്ന് നിന്നത്. തെളിവുള്ള കാണുന്നതാണ് നമ്മൾ റൂം എടുക്കാൻ പോകുന്ന ഹോട്ടൽ. ഹോട്ടൽ എന്ന് തന്നെ പറയാം, അല്ല ലോഡ്ജ് എന്ന ഒരു വാക്കിപ്പോ ഇല്ലല്ലോ. അപ്പം അങ്ങനെ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒരു 200 മീറ്റർ നടന്നപ്പോൾ നമ്മള് ബാലാജി റീജൻസിയിലെത്തി. നമ്മളിവിടെയാണ് റൂം എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇനി റൂം എടുത്തതിന് ശേഷം, റൂമിൽ കയറിയതിനു ശേഷമുള്ള വിശേഷം കാണിക്കാം. തരക്കേടില്ലാത്ത രീതിയിൽ വലിയ ഹോട്ടലാണ് കേട്ടോ. പുറമേ നിന്നുള്ള കാഴ്ചയിൽ തന്നെ നല്ല വൃത്തി, നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ഹോട്ടൽ. നമുക്ക് താഴെ തന്നെ റൂം കിട്ടി. എന്തായാലും വലിഞ്ഞു കയറി മുകളിൽ കയറണ്ട. അങ്ങനെ ഇതാണ് നമ്മുടെ റൂം 106. ₹1300 ഫോർ 24 hours. അത് അത്യാവശ്യം നല്ല ലാഭമായിട്ട് എനിക്ക് തോന്നി. നീറ്റ് ആൻഡ് ക്ലീൻ ആണ്, നല്ല ബെഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ കിടന്ന് ഉറങ്ങിപ്പോവോ എന്നുള്ള പേടി മാത്രമേ എനിക്കുള്ളൂ. വെറുതെ ടോയ്ലറ്റ് കാണിച്ച് ഞാൻ വെറുപ്പിക്കുന്നില്ല. അപ്പോൾ ഇനി നേരെ ഒന്ന് ഫ്രഷ് ആവട്ടെ. ഒരു കോഫി പറഞ്ഞിട്ടുണ്ട്, അത് കോഫി എത്തി. അങ്ങനെ നമ്മുടെ കോഫി എത്തിയിട്ടുണ്ട്. കോഫി കുടിച്ചതിന് ശേഷം ഫ്രഷായി കുളിച്ച് റെഡിയായി നമുക്ക് നേരെ കാഴ്ചകളിലേക്ക് പോകാം. ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ വന്ന കോലത്തിൽ തന്നെ നിൽക്കുകയാണ്. റൂമിലാണ്. ഒരു കോഫി പറഞ്ഞിരുന്നു, കോഫി എത്തിയിട്ടുണ്ട്. അപ്പോൾ കോഫി കുടിച്ചതിന് ശേഷം ഒന്ന് ഫ്രഷ് ആവുക. പിന്നെ നേരെ ബേക്കൽ ഫോർട്ട് പോകണം. അതിന് മുമ്പ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ബ്രേക്ക്ഫാസ്റ്റ് ഒരു സ്പോട്ടുണ്ട്, നോക്കി വെച്ചിട്ടുണ്ട്. ആ സ്പോട്ടിൽ പോകാൻ ഇനി ഇവിടുന്ന് എങ്ങനെയാണെന്ന് മാപ്പിട്ട് നോക്കണം. അപ്പോൾ ഞാനൊന്ന് പല്ലൊക്കെ തേച്ച് കോഫിയൊക്കെ കുടിച്ച് റെഡി ആവട്ടെ. അങ്ങനെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മളിനി ഇപ്പം സമയം ഏകദേശം 9:33 അപ്പോൾ ഇനിയിപ്പം 10 മണിക്ക് നമ്മുടെ IRCTC ആപ്പ് ഓപ്പൺ ആവും തത്കാൽ. ഇപ്പോൾ തിരിച്ചു പോകാനുള്ള ടിക്കറ്റ് ഇതുവരെ എടുത്തിട്ടില്ല. ടിക്കറ്റ് എടുത്തതിന് ശേഷം നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം. അതായിരിക്കും ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. ഇല്ലെങ്കിൽ നമ്മൾ വലഞ്ഞു പോകും. ഒന്നാതെ ഈസ്റ്റർ കഴിഞ്ഞുള്ള
മൺഡേ അല്ലേ, നല്ല റഷാണ്. മലബാറിലൊക്കെ 200, 240 ഒക്കെയാണ് വെയിറ്റിംഗ് ലിസ്റ്റ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് തിരിച്ചുള്ള ടിക്കറ്റ് എടുക്കണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഉടുപ്പി കൃഷ്ണഭവൻ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിൽ നിന്നാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് ഇവിടുന്ന് ഏകദേശം നമ്മൾ വന്ന അത്ര റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 300 മീറ്റർ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ തിരിച്ചത്രയും പോകണം. അവിടെ ചെന്നിട്ട് കഴിച്ചതിന് ശേഷം നേരെ നമ്മൾ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ ബേക്കൽ ഫോർട്ടിലേക്കാണ് പോകുന്നത്. അപ്പം ബാക്കി വിശേഷങ്ങൾ കാണാം. അങ്ങനെ IRCTC നമ്മളെ ചതിച്ചില്ല ഗൈസ്, നമുക്ക് ടിക്കറ്റ് കിട്ടി. നാളെ രാവിലെ 7 മണിക്ക് വന്ദേ ഭാരതിൽ. അപ്പം നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങാം. ഓക്കെ, നമ്മൾ വന്നിറങ്ങിയില്ലേ ബസ് സ്റ്റാൻഡിൽ, അവിടേക്ക് നടക്കുകയാണ്. ഒരു ഹാർഡ്ലി ഞാൻ പറഞ്ഞില്ലേ 200 മീറ്ററേ ഉള്ളൂ. അവിടെ ചെന്നിട്ട് അവിടെ നിന്ന് ഒരു ഓട്ടോ എടുത്ത് കാഞ്ഞങ്ങാട് സർക്കിളിൻ്റെ അടുത്താണ് നമുക്ക് ഹോട്ടലുള്ളത്, അവിടേക്ക് പോവാം. അങ്ങനെ നമുക്ക് ഓട്ടോ കിട്ടി. നമ്മൾ നേരെ കാഞ്ഞങ്ങാട് സർക്കിളിനടുത്തുള്ള ഉടുപ്പി കൃഷ്ണഭവനിലേക്കുള്ള യാത്രയാണ്. നമ്മുടെ ഉടുപ്പി കൃഷ്ണഭവനിലെത്തി. നമുക്ക് അകത്തേക്ക് കയറി എന്താ കഴിക്കാനുള്ളതെന്ന് നോക്കാം. അങ്ങനെ നമ്മൾ അകത്തെത്തി. നമ്മൾ ഒരു പ്ലെയിൻ ദോശയും ഒരു സീര എന്നാണോ പറയുന്നതെന്ന് അറിയില്ല. നമ്മൾ ഒരു സ്പെഷ്യൽ ചായയും പറഞ്ഞു. അങ്ങനെ നമ്മളുടെ ശരി സീറ പിന്നെ എടുക്കാമെന്ന് പറഞ്ഞു. നമുക്ക് ഇവനെ ഒന്ന് ട്രൈ ചെയ്യാം. സാമ്പാർ നമ്മുടെ നല്ല ടേസ്റ്റ് തന്നെ, പക്ഷെ ചമ്മന്തി ഇരിക്കുന്നുണ്ട് ഒരു പ്രത്യേക രീതിയിലല്ലേ. നമുക്ക് കഴിച്ചു കൊടുക്കട്ടെ. അങ്ങനെ നമ്മുടെ സീറ എത്തി. ഇതൊന്ന് കഴിച്ചു നോക്കാം. നമ്മുടെ കേസരി, അതാണ് ഇവിടെ വന്നപ്പോൾ സീറ. ഓവർ മധുരമൊക്കെയുണ്ട്, നൈസായി. അങ്ങനെ മനസ്സമാധാനമായിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. സീറ കുഴപ്പമില്ല. സീറ എന്ന് പറഞ്ഞാൽ കേസരി, നമ്മുടെ നാട്ടിലെ കേസരി ആണെന്ന് തോന്നുന്നു. പക്ഷേ നമ്മുടെ നാട്ടിലെ കൂട്ട് ഭയങ്കര മധുരം വാരി വെതറുന്ന ടൈപ്പല്ല, മനുഷ്യന് കഴിക്കാൻ പറ്റുന്ന ഒരു ഫ്ലേവറും ഒരു ടേസ്റ്റും ഉണ്ടായിരുന്നു. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. മസാല ദോശ രാവിലെ ട്രൈ ചെയ്തില്ല, വെറുതെ രാവിലെ പണി വാങ്ങിക്കാൻ വയ്യ. അങ്ങനെ ചായയും കുടിച്ചു. ഇവിടെ അടുത്ത് തന്നെ ബസ് സ്റ്റാൻഡ് എന്ന് പറഞ്ഞു. ബസ് സ്റ്റാൻഡിലേക്ക് നടക്കുകയാണ്. ഇനി അടുത്തത് ബേക്കൽ ഫോർട്ടിലേക്കാണ്. നമ്മൾ ആ ദൂരെ കാണുന്നതാണ് ബസ് സ്റ്റാൻഡ്. അപ്പം അവിടുന്ന് ബസ് സ്ഥിരം ഉണ്ടെന്ന് തോന്നുന്നു ബേക്കൽ ഫോർട്ടിലേക്ക്. അങ്ങനെ അപ്പോൾ അതൊക്കെ നമുക്ക് അങ്ങോട്ട് നടക്കാം. വെയിലുണ്ടെങ്കിലും അത്ര കാഠിന്യമായിട്ടില്ല. ഫോർട്ടിലെത്തുമ്പോൾ എന്താ അവസ്ഥയെന്ന് അറിയില്ല. നമുക്കൊന്ന് ചെന്ന് നോക്കാം. ഉച്ചയ്ക്ക് ഉള്ള റെസ്റ്റോറൻറ്റ് ഞാൻ തപ്പിയെടുത്തിട്ടുണ്ട്. അപ്പം നോക്കാം. അങ്ങനെ നമ്മൾ നടന്നത് ബസ് സ്റ്റാൻഡ് പോലെ ഒരു സ്ഥലത്തെത്തി. മുങ്ങോട്ട് പൂത്തക്കാൽ, എന്തൊക്കെ പേരാണോ എന്തോ. വേണ്ട, അതുവഴി വേണ്ട, ഇതുവഴി പോവാം. അങ്ങനെ നമ്മൾ പ്രൈവറ്റ് ബസ്സിൽ തന്നെ കയറി. KSRTC ഡിപ്പെൻഡ് ചെയ്യാത്തത് കൊണ്ടല്ല, അത് നിറച്ച ആളുണ്ട്, സീറ്റില്ല. ഇവിടുന്ന് ഏകദേശം ഒരു 10 കിലോമീറ്ററിനടുത്ത് ദൂരമുണ്ട്. വെറുതെ നിന്ന് കുഴയണ്ടല്ലോ. കാഞ്ഞങ്ങാട് ടൗണാണിത്. നല്ല ലൈവായിട്ട് വരുന്നുണ്ട്. തിരിച്ചു വരുമ്പോൾ നമുക്ക് ഇവിടെ എല്ലാം ഒന്ന് പരതി എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാൻ ശ്രമിക്കാം. 10:42 വണ്ടി ഇവിടെ നിന്ന് എടുത്തു. അപ്പോൾ അതൊക്കെ നമുക്ക് ബേക്കൽ ഫോർട്ടിലേക്ക് നീങ്ങാം. കുട്ടി പാട്ടൊക്കെ ഇട്ട് വെക്കാനായിട്ടൊരു വേസ്റ്റ് ബിന്നുണ്ട്. ഫൈൻ. നമ്മുടെ നാട്ടിലൊക്കെ താഴെ കുറേ വേസ്റ്റും കിടപ്പുണ്ട്, അത് വേറെ കാര്യം. രാവിലെ വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. സമാധാനമായിട്ട് നമ്മൾ എത്തി. അങ്ങനെ നമ്മൾ കാഞ്ഞങ്ങാട് നിന്ന് 20 രൂപ പോയിന്റ് ഒരു
ഒരു 20 മിനിറ്റോളം സമയം എടുത്തു എന്ന് തോന്നുന്നു. ഇങ്ങനെ ആദ്യമായിട്ടാണ് പ്രൈവറ്റ് ഇത്ര പതുക്കെ സമാധാനത്തെ പോകുന്നത് കാണുന്നത്. എന്തായാലും നന്നായി. ഒരു 10 വർഷം മുമ്പ് ഞാൻ ഇവിടെ വന്നതായിട്ട് ഓർക്കുന്നു. അന്ന് മംഗലാപുരം പോയത് കാറിലായിരുന്നു. അന്ന് മംഗലാപുരം പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് ഇതുവഴി കയറിയാണ് പോയത്. ബേക്കൽ ഫോർട്ടിന് അകത്തേക്കുള്ള വഴിയാണെന്ന് തോന്നുന്നു. തോന്നലല്ല, അത് വഴിയാണ്. ഇപ്പുറത്തെ സൈഡിൽ കുറച്ച് തണലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതുവഴി നടക്കാം. ആ വഴിയിലൊരു UP സ്കൂളുണ്ട്, അഗസറ ഹോളെ, അതായിരിക്കും സ്ഥലപ്പേര്. പള്ളിക്കര ഗ്രാമപഞ്ചായത്ത്. അങ്ങനെ നമ്മൾ മുന്നോട്ട് തന്നെ നടക്കുന്നു. നല്ല തണുത്ത കാറ്റുണ്ടെങ്കിലും നല്ല വെയിലുണ്ട്. ഞാൻ ആ പ്രൈവറ്റ് ബസ്സിലിരുന്നിട്ട് എൻ്റെ പുറം നല്ലപോലെ വിയർത്തു. അങ്ങനെ ബേക്കൽ ഫോർട്ടിൻ്റെ ആദ്യ കാഴ്ചകൾ. കുറച്ച് കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും നമ്മളൊരു വെള്ളം വാങ്ങിച്ചു. ഇനിയിപ്പോൾ വെള്ളം വാങ്ങിക്കേണ്ട ആവശ്യമില്ലല്ലോ. ചരിത്ര പ്രാധാന്യം ഏറെയുള്ള എല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്ന ഒരു കോട്ടയാണിത്. കോട്ട ഏകദേശം 40 ഏക്കറിലാണ് നിലകൊള്ളുന്നത്. അതിനകത്തൊരു അമ്പലമുണ്ട്. നമുക്ക് ടിക്കറ്റ് എടുത്തിട്ട് ബാക്കി വിശേഷങ്ങളൊന്ന് കാണാം. പൗരന്മാർക്ക് 25, വിദേശ പൗരന്മാർക്ക് 300. അതൊരടിയാണല്ലോ. എന്നെ അതിശയിപ്പിച്ചു. 15 വയസ്സ് വരെയുള്ളവർക്ക് എൻട്രി ഫ്രീ ആണ്. സായിപ്പന്മാർക്ക് 300 രൂപ. അതെനിക്ക് ഇഷ്ടപ്പെട്ട്. അതങ്ങനെ തന്നെ വേണം. അല്ലേ. എൻ്റെ എൻട്രൻസ് എവിടെയാണോ എന്തോ അവിടെ ഒരു കടയുണ്ട്. നമ്മൾ അങ്ങോട്ട് പോകാൻ തൽക്കാലം ഉദ്ദേശിക്കുന്നില്ല. നമുക്ക് കോട്ടയ്ക്കകത്തോട്ട് തന്നെ നേരിട്ട് കയറാം. അവിടെ ഒരു ഹോട്ടൽ കാണുന്നുണ്ട് കേട്ടോ, റിസോർട്ട് ആൻഡ് സ്പാ. അത് ശരി. കയറി വരുന്നിടത്ത് ബേക്കൽ ഫോർട്ടിൻ്റെ കുറച്ച് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. 8 മണി തൊട്ട് 5 മണി വരെയാണ് വിസിറ്റേഴ്സിനെ അലൗഡ് ചെയ്തത്. പിന്നെ ഫീസ് കാര്യങ്ങൾ അതൊക്കെയാണ് എഴുതി വെച്ചിട്ടുള്ളത്. എന്തൊക്കെയോ ചെറിയ റെനോവേഷൻ വർക്കുകളൊക്കെ വരുന്നെന്ന് തോന്നുന്നു. ചിലതൊക്കെ ചെയ്തേ മതിയാവും. എങ്കിലും നമ്മുടെ തെന്മലയിലുള്ള കണ്ണറപ്പാലം പുതുക്കിയപ്പം അതിൻ്റെ ഒരു ഭംഗി പോയെന്ന് വേണം കരുതാൻ. ഇതാണ് കവാടം. ഇവിടെ തന്നെയാണ് അമ്പലം ഉള്ളത്. മുഖ്യപ്രാണ ടെമ്പിൾ. ഈ ടെമ്പിളിൻ്റെ ഇടത്തെ സൈഡിൽ കൂടെയാണ് എൻട്രൻസ്. അങ്ങനെ നമ്മൾ കോട്ടയിൽ കയറിയിട്ടുണ്ട്. അവിടെ ഒരു ഡ്രിങ്കിങ് വാട്ടർ ഉണ്ട്, ബേബി കെയർ റൂം, ടോയ്ലറ്റ്, ദിവ്യാങ്, ലേഡീസ്, ജെൻസ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 40 ഏക്കറിൽ ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുന്നതുകൊണ്ട് ഇവിടെ നിന്ന് എങ്ങോട്ട് പോകണമെന്നൊന്നും മനസ്സിലാവുന്നില്ല. ആദ്യമേ നമുക്ക് ഇടത്തോട്ട് പോകാമെന്ന് കരുതി അങ്ങോട്ട് കുറച്ച് നടന്നു. പക്ഷേ ആ ചിന്ത ഞാൻ മാറ്റിവെച്ചു. തിരിച്ച് നടക്കാം. തിരിച്ച് അവിടെ ഒരു കോട്ട ഉണ്ടല്ലോ, അവിടേക്ക് പോവാം. നല്ല വെൽ മെയിൻറ്റെയിൻഡ് എന്നൊന്നും പറയാനില്ലെങ്കിലും കുഴപ്പമില്ല, അത്യാവശ്യം മെയിൻറ്റെയിൻഡ് ആണ്. കുറച്ചുകൂടെയൊക്കെ ബെറ്റർ ആക്കാമെന്ന് തോന്നി. നമുക്കിവിടെ ഇരുന്ന് കുറച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ട് യാത്ര തുടരാം. അങ്ങനെ നമ്മൾ യാത്ര തുടരുകയാണ് സുഹൃത്തുക്കളെ. നല്ല വെയിലുണ്ട്. വലിയൊരു കിണർ പോലെ കാണുന്നു. നിങ്ങൾക്കൊന്നും കാണാൻ പറ്റുന്നില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു കിണർ തന്നെയാണ്. വെള്ളം ഉണ്ടോയെന്നറിയില്ല. ഇത് അവിടെ ഒരെണ്ണം കാണുന്നുണ്ട്. കോട്ട പണിതിരിക്കുന്ന ശൈലി തന്നെ ഒരു വ്യത്യസ്തമായ രീതിയിലാണ്. യഥാർത്ഥത്തിൽ ഇത് കടലിൽ കൂടി വരുന്ന ആക്രമണം തടുക്കാനായിട്ടാണ് ഇത്ര ഉയരത്തിൽ പണിതതെന്നാണ് കേട്ടുകേൾവി. ഞാൻ ഇപ്പോൾ പറഞ്ഞു. അതാണ് ഞാൻ ഉദ്ദേശിച്ച കേട്ടുകേൾവി. അതിൻ്റെ മുകളിലേക്ക് കയറാൻ പറ്റുമെന്ന് തോന്നുന്നു. നമുക്കൊന്ന് കയറി നോക്കാം. മനോഹരമായിട്ട് ചെടിയൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. നല്ല രസമുള്ള കാഴ്ചകൾ.
ആദ്യം നമുക്ക് ഇതിൻ്റെ മുകളിൽ തന്നെ ഒന്ന് കയറി നോക്കാം. അപ്പോൾ അവിടെ നിന്നുകൊണ്ട് കാണാമല്ലോ എവിടെയൊക്കെ എന്തൊക്കെ ഉണ്ടെന്ന്. അല്ലാതെ അനന്തമായി ഒരന്തമില്ലാതെ കിടക്കുന്ന ഈ കോട്ടയിൽ ഞാൻ എങ്ങോട്ട് പോകുന്ന പോലും എനിക്കറിയില്ലല്ലോ. പിന്നെ ഇതിനെക്കുറിച്ച് വ്യക്തമായി പഠിക്കാനുള്ളൊരു സമയം കിട്ടിയില്ല എന്ന് വേണമെങ്കിൽ പറയാം. ിലേക്ക് കയറി വന്നത് ഒരു നഷ്ടമായി എനിക്ക് തോന്നുന്നില്ല. ബേക്കൽ ബീച്ചാണത്. ഫുള്ള് കാഞ്ഞങ്ങാട് ഇവിടെ കിട്ടുന്നുണ്ട്. ഫോർട്ടിൻ്റെയും ഒരു ഏകദേശ ധാരണ ഇതിൻ്റെ മുകളിൽ നിന്നാൽ നമുക്ക് കിട്ടും. അവിടെ എവിടെയായിട്ട് ചെറിയ ചെറിയ കോട്ട പോലെ ചെയ്തു വെച്ചിട്ടുണ്ട്. കൂട്ടത്തിൽ ഏറ്റവും ഉയരമുള്ള കോട്ട വാതിൽ അല്ലെങ്കിൽ കോട്ട സംരക്ഷണ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയാമല്ലോ. ശരിക്കും കടൽ മാർഗം ആക്രമിക്കാൻ വരുന്ന അക്രമികളെ തടയാനായിട്ടാണിത് കെട്ടിയത് എന്ന് വെപ്പ്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഇനി അങ്ങോട്ടൊന്ന് നടക്കാം. അവിടെ കുറേ മരങ്ങളും തണലും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. നട്ട വെയിലത്ത് നിന്ന് നല്ല ക്ഷീണിച്ചു. ഇതൊരു കിണറാണ് ആക്ച്വലി. പക്ഷെ കിണറിൽ വെള്ളമോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് വെള്ളമോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇതൊരു കിണറായിരുന്നു. പക്ഷേ ഈ കിണറാണെങ്കിലും ഇതും പലതരത്തിൽ സംസാരിക്കപ്പെടുന്നത് രക്ഷപ്പെടാനുള്ള വഴികൾ കാര്യങ്ങളൊക്കെ അന്നേ സജ്ജമാക്കി വെച്ചിരുന്നു എന്നുള്ളതാണ്. ആർക്കിയോളജിസ്റ്റുകാർക്ക് ഇവിടുന്ന് പഴയ ആഭരണങ്ങളും അന്നത്തെ കാലത്തെ നാണയങ്ങൾ, പല അവശിഷ്ടങ്ങൾ, ലൈക്ക് കോട്ടയുടെ അവശിഷ്ടങ്ങൾ, അങ്ങനെ പലതും ഇവിടുന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നമുക്ക് അടുത്തോട്ട് ചെന്ന് നോക്കാം. അകത്ത് കയറാൻ പറ്റില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ലോക്ക്ഡാണ്. ഇവിടെയാണെന്ന് തോന്നുന്നു നമ്മുടെ ആയുധങ്ങളും കാര്യങ്ങളും എല്ലാം സൂക്ഷിച്ചിരുന്നത്. ഇപ്പോൾ അത് സാധനങ്ങൾ സൂക്ഷിക്കാനായിട്ട് ഉപയോഗിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതും അടച്ചു വച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ തിരിച്ച് നടക്കേണ്ടി വരും. അതിൻ്റെ മുകളിൽ കയറി അവിടെ ഉള്ള ആ കാഴ്ചയെ കൂടെ ഞാൻ കാണിച്ചു തരാം. ഇതുവഴി പതുക്കെ നടന്ന് വെയിലൊരു പ്രശ്നം കേട്ടോ. അപ്പം വരുന്നവർ ശ്രദ്ധിക്കുക. ഏർലി മോർണിംഗ് നടക്കില്ല. 8 മണി തൊട്ടേ എൻട്രൻസ് ഉള്ളൂ. ഉച്ചയ്ക്ക് ശേഷം ഒരു 3 മണിക്ക് ശേഷം കയറുന്നതായിരിക്കും ഉചിതമായ തീരുമാനം. ഞാൻ വെയിലത്ത് നടന്ന് കരിഞ്ഞു പോകുമെന്നാണ് തോന്നുന്നത് ഗൈസ്. ഇത് നേരത്തെ കണ്ട പോലെ ഒരു കോട്ടയാണ്. പക്ഷെ കയറിയിട്ട് കാര്യമുണ്ട്. ഞാൻ ആദ്യം വിചാരിച്ച് അതിൻ്റെ ഇടയ്ക്കൂടെ ഒന്നും കാണാൻ പറ്റില്ല എന്ന്. പിന്നെ കയറിയിട്ട് കഥയില്ലല്ലോ എന്ന് വിചാരിച്ചു. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് കാണുന്നുണ്ട്. നമുക്ക് ഇവിടെ മുകളിൽ കയറി നിന്ന് താഴോട്ടുള്ള വ്യൂ ഒന്ന് കാണാം. നേരത്തെ നമ്മൾ അതിൻ്റെ മുകളിലാണ് നിന്നത്. എത്ര ഹൈറ്റിലാണ് അതെന്നൊന്ന് ആലോചിച്ച് നോക്ക്. നമുക്കിനി ഇതുവഴി നടന്നുള്ള വ്യൂ കൂടെ ഒന്ന് കാണാം. ഇതുവഴി ഇങ്ങനെ നടന്ന് അപ്പുറത്തൂടെ കറങ്ങി വരാം. അവിടുത്തെ വ്യൂ, മറ്റേ സൈഡിലോട്ടുള്ള വ്യൂ നിങ്ങൾ ഓൾറെഡി കണ്ടല്ലോ. ഈ പാറകൾക്കിടയിൽ ഇതേപോലെ ചെറിയ കുഴികൾ പോലെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇവിടെ നിന്ന് എയിം ചെയ്ത് ഷൂട്ട് ചെയ്യാനും മറ്റുമാണെന്നാണ് വീണ്ടും അതേ കേട്ട് കേൾവി. ഇങ്ങനെ ഈ കോട്ട നിറയെ ഇതേപോട്ടുള്ള ചെറിയ ചെറിയ കുഴികൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്നാലോചിച്ച് നോക്കിയാൽ ഇത്രയും വലിയ ഒരു കോട്ടയിൽ ഇത്രയും ഹോൾസ് ഉണ്ടാക്കി ഇടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ അത് ഓക്കെ 3 ഹോള്. അപ്പം അതിൽ നിന്നുള്ള വ്യൂ, കടലിൻ്റെ വ്യൂ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടല്ലോ. ഓരോ 2 അടിയുടെ ഇടയിലും ഹോൾസ് ഉണ്ട്. അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നതിൻ്റെ പുക തീർത്തിരിക്കും.
ഇനി അങ്ങോട്ട് നടക്കാനുള്ള ത്രാണി എനിക്കല്ല ഗൈസ്. എന്നെ വല്ലവരും വന്ന് പൊക്കിക്കൊണ്ട് പോകേണ്ടി വരും. നമുക്കിത് വഴി തിരിച്ച് പോവാം. മനോഹരമായൊരു കാഴ്ചയല്ലേ. വേനലായതുകൊണ്ടായിരിക്കും ഇങ്ങനെ ഉണങ്ങി നിൽക്കുന്നതെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഹരിതാഭ പച്ചപ്പ് വീണ്ടും ഞാൻ സ്മരിക്കുന്നു. വെറ്റ് വേസ്റ്റോ, ഷർട്ട് ഊരി അവിടെ കിട്ടാലോ, വിയർത്ത് കുളിച്ചിട്ടുണ്ട്. അങ്ങനെ പോച്ചകൾക്കിടയിൽ കൂടെ നടന്ന് നമ്മൾ ഏകദേശം ആ വലിയ കോട്ടയുടെ ഫ്രണ്ടിലെത്തി. ചൂട് ഒരു രക്ഷയില്ല ഗൈസ്, നല്ല ചൂടുണ്ട്. സമയം കൂടുന്തോറും, അതായത് ഉച്ചയാവും തോറും ചൂടിങ്ങനെ കൂടിക്കൂടി വരികയാണ്. നേരം ഈ വേപ്പ് മരത്തിൻ്റെ അടിയിൽ ഇരിക്കാം. ഞാൻ എന്നെ ഒന്ന് കാണിച്ചു തരാം ഗൈസ്. അയ്യോ, ഈ ഷർട്ടായതുകൊണ്ട് അറിയുന്നില്ലെന്ന് തോന്നുന്നില്ലേ, വിയർത്തൊരു നാശമായിട്ടുണ്ട്. വെയിലുണ്ടോ?